സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള കെഎസ്ഇബിയുടെ നീക്കം ഫലം കണ്ടില്ല. മഴ കനത്തെങ്കിലും പ്രതിസന്ധി രൂക്ഷമാകും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കെഎസ്ഇബി. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങാമെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുന്നതിനിടെയാണ് കെഎസ്ഇബിയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവെക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അപർണ കേസ് ചേർന്നു വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഈ ഒരു കേസിൽ ഉടൻ തന്നെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കില്ല. കാരണം ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന ഫലങ്ങളടക്കം വൈകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകാൻ വൈകുന്നത്. കൂടാതെ തന്നെ സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം സമർപ്പിച്ചാൽ മതി എന്നുള്ള നിയമ ഉപദേശവും ഇത്തരത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പോലീസിനെ ആക്രമിച്ച കേസും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ റദ്ദാക്കില്ല എന്ന് കോടതി അറിയിച്ചിരുന്നു. അതായത് 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഹരീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം. ആ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 25ഓളം പ്രതികളാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത്. ഇവരിൽ ഒരാൾക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. ആ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണ്. പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കക്ഷികൾ, അതായത് ഈ CPIM പ്രവർത്തകർക്ക് അനുകൂലമായിട്ടാണ് കോടതിയിൽ വാദിച്ചതെന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഗീനാകുമാരി അടക്കം പ്രോസിക്യൂട്ടറിൽ നിന്ന് മാറ്റുന്ന നടപടികളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാനുള്ള കാരണം ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ അടക്കം വരാനുള്ള ഒരു താമസമാണ്. ഈ ശാസ്ത്രീയ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഫോൺ കോളുകളുടെ അടക്കം ശാസ്ത്രീയ പരിശോധന ഫലം വന്നത്. അതിൽ നിന്നൊക്കെ വ്യക്തമായത് ഇത്തരത്തിൽ ആക്രമണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കോളുകളോ സന്ദേശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന തരത്തിലാണ് നേതാക്കളുടെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇതിലും വിശദമായ പരിശോധനകൾ നടത്താനായിട്ട് പോലീസ് അന്നും നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ തന്നെ ശാസ്ത്രീയമായ പരിശോധന ഫലം വന്നതിന് ശേഷമായിരിക്കും വിശദമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുക. ശരി, എന്തായാലും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഏതായാലും പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ലഭിക്കാൻ വൈകും എന്നതിനാലാണ് പോലീസ് നടപടി നീട്ടിവെക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.